പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരുകയാണ്. യുദ്ധം പശ്ചിമേഷ്യയിലാണെങ്കിലും ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പൗരന്മാർ അത് വലിയ തോതിൽ അനുഭവിക്കുമ്പോഴും അതിൻ്റെതായ ഗൗരവത്തോടെ കാണാൻ തയ്യാറാകാത്തവരാണ് ഇന്ത്യ ഭരിക്കുന്നവരെന്നത് വെറും ആരോപണമല്ല, യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസ്താവനകളും എണ്ണക്കമ്പനികളുടെ അറിയിപ്പുകളും പരിശോധിച്ചാൽ മതിയാകും. യുദ്ധം ആരംഭിച്ചതു മുതൽ രാജ്യം അഭിമുഖീകരിക്കുന്നതാണ് പാചകവാതക പ്രതിസന്ധി. ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ നഗരങ്ങളിൽ 40% ഭക്ഷണശാലകൾ അടച്ചുപൂട്ടിയതാണ്. ഇപ്പോൾ അത് 80%-ലധികമായി. എന്നിട്ടും അത് അംഗീകരിക്കുവാൻ തയ്യാറാകാതിരുന്ന കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ആവശ്യത്തിന് ഇന്ധനം കരുതൽ ശേഖരമായി ഉണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഭക്ഷണശാലകൾക്ക് പിന്നാലെ സമൂഹ അടുക്കളകളും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയും ഹോസ്റ്റലുകളും പ്രമുഖ സ്ഥാപനങ്ങളിലെ ക്യാന്റീനുകളും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോഴും പതിവ് പല്ലവി തന്നെ ആവർത്തിച്ചു. അസംസ്കൃത ഇന്ധനം വഹിച്ചുള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ തടസ്സപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമായത്. പക്ഷേ പ്രതിസന്ധി ഇല്ലെന്ന് വരുത്തുന്നതിനുള്ള PR വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ 2, 3, വീണ്ടും 2 എന്നിങ്ങനെ കപ്പലുകൾ ഇന്ത്യൻ തീരമണഞ്ഞു എന്ന അറിയിപ്പുകളാണ് പുറത്തുവിട്ടത്. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക ദൗർലഭ്യം ബോധ്യപ്പെടുത്തി സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുമായിരുന്നു കമ്പനികൾ ചെയ്തത്. ഗ്രാമങ്ങളിൽ 45ഉം നഗരങ്ങളിൽ 25 ദിവസമെന്ന പരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാണ്. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകൾ, വ്യോമയാന ഇന്ധനം, പ്രീമിയം പെട്രോൾ എന്നിവയ്ക്ക് വില വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ അധിക ഭാരമേൽപ്പിക്കുന്നതിനും കമ്പനികൾ തുനിഞ്ഞു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില ഉയർത്താൻ കാത്തിരിക്കുകയാണെന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഒടുവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ ഇരുസഭകളിലും സംസാരിച്ചത്. എന്നാൽ പതിവ് വാചാടോപത്തിനപ്പുറം രാജ്യത്തെ പൊതുസമൂഹത്തിന് പ്രതിസന്ധിയെ അതിജീവിക്കുകയാണെന്ന പ്രതീക്ഷയല്ല നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യക്കും വെല്ലുവിളിയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ അദ്ദേഹം കോവിഡ് മഹാമാരിക്കാലത്തെ താരതമ്യം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കോവിഡ് കൈകാര്യം ചെയ്തതിൽ മികച്ച മാതൃക കാട്ടി. വ്യത്യസ്ത പാർട്ടികളുടെ സർക്കാരുകളായിരുന്നിട്ടും ടീം ഇന്ത്യയുടെ ശ്രമങ്ങളിലൂടെ പരിശോധന, വാക്സിനേഷൻ, അവശ്യവസ്തു വിതരണം എന്നിവ ഉറപ്പാക്കി. അതുപോലെ ഒരേ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നത് തുടരണം. എല്ലാ സർക്കാരുകളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ ഗുരുതര പ്രതിസന്ധിയെ രാജ്യത്തിന് ഫലപ്രദമായി നേരിടാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോവിഡിനെ ഓർമ്മിപ്പിച്ചതിലൂടെ സാഹചര്യങ്ങളുടെ ഗുരുതരാവസ്ഥ മാത്രമല്ല നമ്മുടെ മനസ്സിലെത്തുന്നത്, അക്കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അതിന്റെ ഫലമായി രാജ്യം അഭിമുഖീകരിക്കേണ്ടി വന്ന കടുത്ത പ്രതിസന്ധിയുമാണ്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് 5ഉം ലോകാരോഗ്യ സംഘടന വിലയിരുത്തൽ പ്രകാരം 50 ലക്ഷം ജീവനുകൾ പൊലിഞ്ഞുവെന്ന കണക്ക് വർത്തമാന പ്രതിസന്ധികൾ നമ്മെ ഭീതിപ്പെടുത്തേണ്ടതില്ലെങ്കിലും അന്നുണ്ടായ സാമൂഹ്യ പ്രതിസന്ധി നാം ഇപ്പോൾ നേരിടുകയാണ്. അക്കാലത്തെന്നതുപോലെ സാധാരണ മനുഷ്യരും അതിഥി തൊഴിലാളികളും ജോലി തേടി നഗരങ്ങളിലെത്തിയ പൗരന്മാരും പട്ടിണി നേരിടുകയാണ്. ഈ സാഹചര്യത്തെ കോവിഡിനോട് സമീകരിക്കുന്ന പ്രധാനമന്ത്രി പക്ഷേ പരിഹാരത്തെക്കുറിച്ച് മൗനം പാലിക്കുകയും കുറെ കണക്കുകൾ അവതരിപ്പിക്കുകയുമാണ്. പെട്രോളിയം ഉൽപ്പന്ന ലഭ്യത ഉറപ്പാക്കാൻ 27 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി 41ലേക്ക് വ്യാപിപ്പിച്ചു. 53 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ നിലവിൽ ശേഖരത്തിലുണ്ട് എന്നെല്ലാമാണ് അദ്ദേഹവും 74 ദിവസത്തെ കരുതൽ ശേഖരമുണ്ടെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം കമ്പനികൾ നൽകിയ മറുപടി വ്യത്യസ്തമായ കണക്കാണ് നൽകുന്നത്. 3.372 ദശലക്ഷം ടൺ എണ്ണയാണ് ശേഖരത്തിലുള്ളത്. പ്രതിദിന ഉപഭോഗം കണക്കിലെടുത്താൽ ഇത് പരമാവധി 9-10 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാകൂ എന്നാണ് കമ്പനികളുടെ മറുപടി. കോവിഡ് പോലെ തന്നെ രാജ്യഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും നിരുത്തരവാദിത്വവും പ്രധാനമന്ത്രിയുടെ വാചക കസരത്തുകളും കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയിലെ പൗരന്മാർ.